വളാഞ്ചേരി മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് അഴിമതിക്കെതിരെ ശക്തമായ പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിച്ചു. ബന്ധുവിന് വഴിവിട്ട് നിയമനം നൽകിയതിന് ലോകായുക്തയും കോടതികളും അഴിമതി കണ്ടെത്തി രാജിവെച്ച മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മലയാളം സർവകലാശാല ഭൂമി തട്ടിപ്പ് കേസിലും സംശയത്തിന്റെ നിഴലിലാണെന്ന് അദ്ദേഹം ആരോപിച്ചു. പരമാവധി 40,000 രൂപ മാത്രം വിലയുള്ള ചതുപ്പുനിലം 1,60,000 രൂപയ്ക്ക് വാങ്ങിയതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ട്. ഈ ഇടപാടിലൂടെ സർക്കാരിന് നഷ്ടമായ 17.65 കോടി രൂപ തിരിച്ചുപിടിക്കാൻ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം അറിയിച്ചു. തനിക്കെതിരെ ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിച്ച് നിശബ്ദനാക്കാമെന്ന് കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് പി.കെ. ഫിറോസ് വിമർശിച്ചു. യൂത്ത് ലീഗ് ഫണ്ട് സമാഹരണത്തിനായി നടത്തിയ ദോത്തി ചലഞ്ചിന്റെ GST ബിൽ കാണിക്കണമെന്ന ആവശ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചു. ബില്ലും കണക്കുകളും ബന്ധപ്പെട്ട ഘടകത്തിൽ അവതരിപ്പിച്ച് പാസാക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റുകാരെ ഈ സ്വർഗവും നരകവും ഉണ്ടാക്കിയത് ഞങ്ങളല്ല, ലീഗ് ഉണ്ടാക്കിയതല്ല. ആണും പെണ്ണും എന്ന് പറയുന്ന രണ്ട് ലിംഗം ഉണ്ടാക്കിയിട്ട് പെണ്ണുങ്ങളെ പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കുന്നത്. ആണും പെണ്ണും എന്ന് പറഞ്ഞ രണ്ട് ലിംഗം ഉണ്ടാക്കിയത് ലീഗ, സ്വർഗവും നരകവും ഉണ്ടാക്കിയ ലീഗ. എന്നിട്ട് ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നു എന്ന് പറയുന്ന സമീപകാലത്ത് CPM-ലേക്ക് ചേക്കേറിയ ആളോട് ഞാൻ പറയട്ടെ, ഈ മലപ്പുറം ജില്ല വർഗീയതയുടെ ഉള്ളടക്കമാണ് എന്നാണോ നിങ്ങളുടെ നിലപാട്? ആ നിലപാട് നിങ്ങളുടെ നേതാക്കന്മാർ, CPM-ന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സമീപകാലത്ത് ഹിന്ദുവിൽ നടത്തിയ പ്രസ്താവന വായിച്ചിട്ടാണോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത്? ഹിന്ദുവിനൊരു പ്രസ്താവന വന്നില്ലേ സമീപകാലത്ത്? എന്താ വന്നത്? ഈ മലപ്പുറം ജില്ലയിലേക്ക് കരിപ്പൂരിലേക്ക് വരുന്ന സ്വർണ്ണക്കടത്ത്, ഹവാല പണം, ഇതൊക്കെ മലപ്പുറം ജില്ലയിൽ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഹിന്ദുവിൽ കേരള മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ അഭിമുഖം അച്ചടിച്ചു വന്നു. വിവാദമായപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല, PR ഏജൻസി കൊടുത്തതാണ്. ഞാൻ ചോദിക്കട്ടെ, എറണാകുളത്ത് CPM-ന്റെ ഒരു വനിതാ നേതാവിനെതിരെ, CPM-ന്റെ ഒരു MLA-ക്കെതിരെ VS അച്യുതാനന്ദന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയായ KM ഷാജഹാൻ ഒരു ആരോപണം വാർത്തയാക്കി കൊടുത്തപ്പോ അദ്ദേഹത്തിന്റെ മകന്റെ ലാപ്ടോപ്പ് നിങ്ങൾ പിടിച്ചെടുത്തു. KM ഷാജഹാനെ അറസ്റ്റ് ചെയ്ത് ജയിലടക്കാൻ നിങ്ങൾ നോക്കി. എങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഈ നാട് ചോദിക്കുന്നു, ഈ ജില്ലയെ ആക്ഷേപിച്ച നിങ്ങൾ പറയാത്തൊരു കാര്യമാണെങ്കിൽ ഈ മലപ്പുറം ജില്ലയെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റിയതായി നിങ്ങളായി ഒരു പത്രത്തിൽ അച്ചടിച്ചു വന്നിട്ട് നിങ്ങൾ ഹിന്ദുവിലെ ഏതെങ്കിലും ഒരു ലാപ്ടോപ്പ് പിടിച്ചെടുത്തോ? നിങ്ങൾ ആ PR ഏജൻസി എടുത്ത് അറസ്റ്റ് ചെയ്യാൻ തയ്യാറായോ? അവരെ ജയിലടക്കാൻ തയ്യാറായോ? ഈ നാട്ടിൽ ഓരോ പൗരനും അധികാരമുണ്ട്, അത് യൂത്ത് ലീഗുകാരനുണ്ട്. ആ അധികാരം വിനിയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. തദ്ദേശ മന്ത്രിയായപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ ചെയ്തത് ഞാൻ പറയാം, ഈ നാട്ടുകാരെ സാക്ഷി നിർത്തി ഞാൻ പറയാം. അദ്ദേഹം തദ്ദേശ മന്ത്രിയായിരുന്ന സമയത്ത് ഈ നാട്ടിൽ നടപ്പിലാക്കിയ ഒരു പരിഷ്കാരമുണ്ട്, എന്നറിയാം. നമ്മൾ അധികാരത്തിലിരിക്കുന്ന സമയത്ത് നമ്മൾ തദ്ദേശ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ ഈ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ഒരു ബാറ് തുടങ്ങണമെങ്കിൽ അഷ്റഫ് അമ്പലത്തിങ്കൽ ഉൾപ്പെടെയുള്ള ഭരണസമിതി തീരുമാനിക്കണമായി എന്ന് പറഞ്ഞാൽ, ഈ വളാഞ്ചേരിയിൽ ഒരു ബാറ് തുറക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ആ വളാഞ്ചേരിയിലെ നാട്ടുകാർ അതിനെ എതിർക്കുമല്ലോ. അപ്പൊ സ്വാഭാവികമായും വളാഞ്ചേരിയിലെ മുനിസിപ്പൽ കൗൺസിലർ ആ നാട്ടുകാരുടെ കൂടെ നിൽക്കേണ്ടി വരുമല്ലോ. മുനിസിപ്പൽ കൗൺസിലർ അതിന്റെ കൂടെ നിന്നാൽ ഭരണസമിതിക്ക് അതിന്റെ കൂടെ നിൽക്കേണ്ടി വരുമല്ലോ. ഞാൻ പറയുന്നത് ഈ UDF-ന്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയെ കുറിച്ചല്ല. നമ്മൾ എന്തായാലും എതിർക്കും. ഇനി ഏത് മുനിസിപ്പാലിറ്റി ആവട്ടെ, CPM ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി ആണെങ്കിൽ പോലും അവർക്ക് ബാർ തുടങ്ങുന്നതിനോട് വേറെ വിയോജിപ്പുകൾ ഒന്നുമില്ലെങ്കിൽ പോലും നാട്ടുകാരുടെ എതിർപ്പിന്റെ കൂടെ ആ നാട്ടിലെ കൗൺസിലർക്കോ മെമ്പർക്കോ നിൽക്കേണ്ടി വരും. സ്വാഭാവികമായി ഒരു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും അങ്ങനെ ബാറുകൾ തുറക്കാനുള്ള അനുമതിക്കായി കൂടെ നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ കേരളത്തിൽ ആകെ ഉണ്ടായിരുന്ന ബാർ 27ആണ്. ഈ മലപ്പുറം ജില്ലയിൽ ആകെ ഉണ്ടായിരുന്ന ബാറുകളുടെ എണ്ണം 1ആണ് ഉമ്മൻചാണ്ടി അധികാരം ഒഴിയുമ്പോൾ. എന്നാൽ നിങ്ങളുടെ നാട്ടുകാരൻ തദ്ദേശ മന്ത്രിയായപ്പോൾ അദ്ദേഹം ചെയ്തത് ഈ അധികാരം അങ്ങ് എടുത്തു കളഞ്ഞു. ബാറ് മുതലാളിമാർക്ക് സന്തോഷായി. മലപ്പുറം ജില്ലയിൽ മാത്രം വന്ന ബാറുകളുടെ എണ്ണം 50. ഞാൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോൾ തടഞ്ഞു നിർത്തി ചോദിക്കേണ്ട ചോദ്യം, ഈ ബാറുകൾ ഈ നാടൊട്ടും തുടങ്ങാൻ ബാറ് മുതലാളിമാരുടെ കൂടെ നിന്നതിന് നിങ്ങൾക്ക് പണം കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും പണം വാങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിൽ ആര് പറഞ്ഞിട്ടാണ്? ആരാണ് പണം വാങ്ങിയത്? ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇത് ചെയ്തത് എന്ന് ചോദിക്കാനുള്ള മര്യാദയെങ്കിലും പ്രിയപ്പെട്ടവരെ, നാട്ടുകാർ എന്ന നിലക്ക് നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹം തദ്ദേശ മന്ത്രിയായപ്പോൾ ചെയ്ത കാര്യമാണ്. കൊള്ളലാഭം ഉണ്ടായിട്ടുണ്ട്. ആ കൊള്ളലാഭം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് വാങ്ങിയവരെ തള്ളി പറയാൻ നിങ്ങൾ തയ്യാറുണ്ട്. ഇന്ന് വരെ നിങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ല.
അപ്പൊ എന്താ കാര്യം? ഇത് കൂട്ടുകച്ചവടാണ്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുപ്പ് വന്നാൽ ഒരാളെ കയ്യിൽ നിന്നും പൈസ വാങ്ങാറില്ല. അപ്പൊ ആരായിരിക്കും പൈസ മുടക്കൽ? പൈസ ചെലവുണ്ടാവുമല്ലോ. ഞാനൊക്കെ തെരഞ്ഞെടുപ്പ് മത്സരിച്ച, ഇവരൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച, റിയാസ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, അവിടെ ഇരിക്കുന്നവരൊക്കെ കൗൺസിലർമാരോ എവിടെയെങ്കിലും ഒക്കെ മത്സരിച്ചവളാണ്, ജില്ലാ പഞ്ചായത്തിലൊക്കെ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ചെലവുണ്ടാവും. ഈ പണം പിന്നെ ഒരാളെ കയ്യിൽ നിന്നും പൈസ വലിച്ചിട്ടില്ല. അപ്പൊ ഈ പൈസ മുടക്കിയത് ആരാണ്? ഈ പറയുന്ന ആൾക്കാരല്ലേ പൈസ മുടക്കിയത്. അപ്പൊ നിങ്ങൾ അതിന്റെ പങ്ക് പറ്റിയിട്ടില്ലേ? കോടികൾ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മുടക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിന് മറുപടി പറയണ്ടേ? നിങ്ങൾ ഒപ്പിട്ട രേഖയാണ് കാണിച്ചത്. നിങ്ങൾക്ക് നേരിട്ട് പങ്ക്. ആക്ഷേപം UDF-ന്റെ കാലത്താണ് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അബ്ദുറബ് സാഹിബ് ഒപ്പിട്ട രേഖയുണ്ടോ? ഒന്നുമില്ല. അത് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് ഒരു കടലാസ് ഉണ്ടാക്കി. ആ കടലാസിൽ പങ്കെടുത്ത ഭൂവുടമകളുടെ പേര് പോലും ഇല്ല. ആ രേഖ തന്നെ നമുക്ക് ഒറിജിനൽ ആണെന്ന് അറിയില്ല. അത് ഇനി ഒറിജിനൽ ആണെന്ന് തന്നെ വിചാരിക്കും. എപ്പോഴാ? 2026 ഫെബ്രുവരിയിൽ, മാർച്ചിലെ അലച്ച്. അപ്പോഴാണ് ഒരു കളക്ടറേറ്റിൽ ഒരു യോഗം ചേർന്നു എന്ന് പറയുന്നത്. അന്ന് ഭൂമി വരെ വേരിലുമല്ല, നിങ്ങൾ ആലോചിക്കണം. അന്ന് ഈ പാവപ്പെട്ട നമ്പൂതിരിമാരാണ്. അതിനുശേഷമാണ് ഇവർ ഈ കച്ചവടമൊക്കെ നടത്തിയത്. അപ്പൊ നിങ്ങൾ ഒപ്പിട്ട കടലാസിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തല്ലേ? നിങ്ങളും മറുപടി പറയണം. ഈ നാട്ടുകാരോട് ഞാൻ പറയാണ്, ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണമാണ് അടിച്ചു മാറ്റി. തീർന്നില്ല. ഇതൊരു ഏർപ്പാടാക്കി എന്ത് ചെയ്യും? ചമ്മരവട്ടം പാലം. ഞാൻ കഴിഞ്ഞ ദിവസം ചമ്മരവട്ടത്ത് ഈ മലയാള സർവകലാശാലയുടെ ഭൂമിയെ കുറിച്ച് പറയാൻ വേണ്ടി പോയതാണ്. അപ്പൊ അവര് പറയാണ്, ഇവിടെ അതിനേക്കാളും വലിയ പ്രശ്നം ചമ്മരവട്ടം പാലം, അതിന്റെ നവീകരണത്തിന് കോടികളുടെ പദ്ധതിയാണ്. അപ്പൊ കോൺട്രാക്ടറോട് ഡൽഹി IIT-യിലെ വിദഗ്ധ സംഘം വന്നിട്ട് പറഞ്ഞു, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇറിഗേഷൻ മന്ത്രിയോട് പറയാണ്, ചൈനയിൽ നിന്നുള്ള ഷീറ്റുകൾ ഇറക്കുമതി ചെയ്യാൻ അനുമതി കൊടുക്കണം. ഒരു മന്ത്രി വേറൊരു മന്ത്രിയോട് ആവശ്യപ്പെട്ടാൽ മന്ത്രി അതിന്റെ കൂടെ കൊടുത്തു, ഉത്തരവിട്ടു. അപ്പൊ ആ ചൈനയിൽ നിന്നുള്ള ഷീറ്റ് വന്നപ്പോ ഇരുമ്പ് ഷീറ്റാണ്. ഇരുമ്പ് ഷീറ്റ് വന്നപ്പോ എന്തായി? 157 ടണ്ണിന്റെ കുറവ്. എന്താ കാര്യം അറിയോ? ഇത് കട്ടി കുറഞ്ഞ ഇരുമ്പാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നല്ല കട്ടിയുള്ള ഇരുമ്പാണ്. ഇരുമ്പ് ഏതാണ് ചെമ്പ് ഏതാണെന്ന് അറിയാത്ത ഈ നാട്ടുകാരനായ ഈ മനുഷ്യൻ എങ്ങനെ സിവിൽ എഞ്ചിനീയറാണ്? ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ തീരുമാനിക്കേണ്ടത് കൊടുക്കാം. അദ്ദേഹം ഒരു സ്കൂൾ കോളേജ് അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ സബ്ജക്ട് സിവിൽ എഞ്ചിനീയറിംഗേ അല്ല. ഒരു സിവിൽ എഞ്ചിനീയർ ആണ് ഇത് എഴുതുന്നതെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹത്തിന് ഒരു ധാരണ ഉണ്ട്. അദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലായി ഈ ഷീറ്റിനും ഇന്ത്യൻ സ്റ്റാൻഡേർഡായ ഷീറ്റിന് പകരം വിദേശത്ത് നിന്ന് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഷീറ്റ് ഉപയോഗിച്ചാൽ നല്ലതാണെന്ന്? ഇനി ചോദിക്കട്ടെ, ഇനി അത് നല്ലതാണെങ്കിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. ആ ചോർച്ച ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല. 4 മീറ്റർ ഉയരത്തിൽ വെള്ളം സംഭരിക്കാൻ വേണ്ടിയിട്ടാണ് ആ റെഗുലേറ്റർ കമ്പ് അവിടെ ചമ്മരവട്ടത്തിൽ ഉണ്ടാക്കിയത്. ഇപ്പോഴും അവിടെ വെള്ളം സംഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അതിന് നിങ്ങൾ മറുപടി പറഞ്ഞിരിക്കേണ്ടി വരും. ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങളെ മറുപടി പറയിപ്പിക്കുക മാത്രമല്ല, ആ പണം തിരിച്ചു പിടിക്കുക മാത്രമല്ല, നിങ്ങളെയൊക്കെ കൽത്തുറുങ്കിലടക്കുന്ന പോരാട്ടത്തിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും പോരാട്ടം നയിക്കുക തന്നെ ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒറ്റ കാര്യം കൂടി. നിയമസഭയിൽ പറയാത്ത എന്താണ്? നിയമസഭയിൽ അടിയന്തര പ്രമേയം അനുവദിച്ചപ്പോ ചോദിച്ചപ്പോ ഓടി ഒളിച്ചവരാണ് ഈ നാട് ഭരിക്കുന്നത്. ഈ നിയമസഭ പറഞ്ഞെന്താ? നിയമസഭ പറഞ്ഞവരെന്തെങ്കിലും ചെയ്യോ? നിയമസഭ പറഞ്ഞ ഒന്നും ചെയ്യില്ല. കുറെ പച്ച കള്ളം പറയും. ഈ പറയുന്ന വിസർജ്യം കുറെ ആൾക്കാർ ദേഹത്തേക്ക് അടുത്തിരിക്കുന്ന ആൾക്കാർ ദേഹത്തേക്കൊക്കെ വലിച്ചെറിയുക എന്നല്ലാതെ ഒരക്ഷരം മറുപടി പറയാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ പോരാട്ടം മുസ്ലിം യൂത്ത് ലീഗ് ഏറ്റെടുത്തിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബോധ്യമാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഈ സമ്മേളനം ഉദ്ഘാടനം അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് മുസ്ലിം യൂത്ത് ലീഗ്. വളാഞ്ചേരി മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനത്തിന് CM റിയാസ് അധ്യക്ഷത വഹിച്ചു. മുഖ്യപ്രഭാഷണം KM അബ്ദുൽ ഗഫൂർ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി. സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത പ്രമുഖർ ഇവരാണ്: അഷ്റഫ് അമ്പലത്തിങ്ങൽ, നഗരസഭ ചെയർമാൻ; മുസ്ലിം ലീഗ് മുനിസിപ്പൽ ഭാരവാഹികൾ TK ആബിദലി, മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ, C ദാവൂദ് മാസ്റ്റർ; യൂത്ത് ലീഗ് ഭാരവാഹികൾ സലാം ആദവനാട്, ജില്ലാ ഭാരവാഹി അഡ്വക്കേറ്റ് PP ഹമീദ്, നിയോജകമണ്ഡലം പ്രസിഡന്റ്; T ഷാജഹാൻ, നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി; മുജീബ് വാലാസി, അൻവർ മുളമുക്കിൽ, സയ്യിദ് ഹാഷിം തങ്ങൾ; മുനിസിപ്പൽ യൂത്ത് ലീഗ് ഭാരവാഹികൾ. മറ്റുള്ളവർ VP അബ്ദുറഹ്മാൻ എന്ന മണി. സമ്മേളനത്തിന് നേതൃത്വം നൽകിയവരിൽ ഉൾപ്പെട്ടവർ: VP അബ്ദുൽ ജബ്ബാർ, P ഷിഹാബ്, KT നിസാർ ബാബു, അൻസാർ, ഷാനവാസ്, N ആബിദ്, M കരീം, സനാഫ്.